ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ കാർ മൊബൈൽ ഹോൾഡറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു യൂണിവേഴ്സൽ കാർ റിയർ വ്യൂ മിറർ ഹോൾഡർ എന്ന് പറഞ്ഞുള്ളൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേറ്റഡ് ആപ്പായിട്ടുള്ള ഷോപ്സിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഫ്ലിപ്കാർട്ടിൽ അപ്രോക്സിമേറ്റ് 300 റുപ്പീസാണ്. പക്ഷേ ഷോപ്സിയിൽ നമുക്കിത് 234 സ്പെഷ്യൽ പ്രൈസിന് കിട്ടും. ഷോപ്സിയിൽ ഇഷ്ടംപോലെ സ്പെഷ്യൽ പ്രൈസസ് ഉണ്ട്. ഇതുവരെയായിട്ട് ആരും അത് ചെക്കൗട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. നമുക്കിവിടെ മിക്ക സ്മാർട്ട് ഫോൺസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ 6.7 ഇഞ്ചിൻ്റെ സ്മാർട്ട് ഫോൺസ് വരെ ഹോൾഡ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൽ നാവിഗേറ്റർ 5 ഇഞ്ചിനായിട്ടും ചെറുതാണെങ്കിൽ നമുക്ക് അതിൽ വെക്കാനും പറ്റും. ഇത് നമുക്ക് എല്ലാ സൈസ് റിയർ വ്യൂ മിററിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ടൂൾസ് വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിന് ഷോക്ക് റെസിസ്റ്റൻ്റ് ഉണ്ട്, സ്ലിപ്പ് റെസിസ്റ്റൻ്റ് ഉണ്ട്. അത് നന്നായി ഹോൾഡ് ചെയ്ത് അവിടെ സ്മാർട്ട് ഫോൺ വെച്ചോളും. ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഡാഷ് ക്യാംസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് അഫോർഡ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് നല്ല സ്മാർട്ട് ഫോൺസും നല്ല ക്യാമറ ഉള്ള സ്മാർട്ട് ഫോൺസ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, 2000 റുപ്പീസ് ഓർ എബവ് ആണ് നല്ല ഡാഷ് ക്യാംസ് ഒക്കെ വരുന്നത്. അത്ര കോസ്റ്റ്ലി ആണ്. ഇതൊരു 230 റുപ്പീസ് അതിന് വരുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ മൊബൈലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഡാഷ് ക്യാംസിനൊക്കെ മാക്സിമം 180p റെക്കോർഡ് വരുന്ന സമയത്ത് നമുക്ക് സ്മാർട്ട് ഫോൺസിന് 4K 60 FPS വരെ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺസിന് എല്ലാത്തിനും വരുന്നുണ്ട്. ബെറ്റർ ക്വാളിറ്റി ഇത് തന്നെയാണ്. ഇതിൽ ഈ ചെറിയ നോബാണ് നമുക്ക് എങ്ങനെയാണ് ആംഗുലാറിൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് വെക്കേണ്ടതെന്ന് കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് അടിയിലൊരു നോബുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാൻ പറ്റും. ആ ടിൽറ്റ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി മുകളിലുള്ള ഈ 4 ലെഗ്സ് ആണ് നമുക്ക് റിയർ വ്യൂ മിററിൻ്റെ മേലെ വെക്കാനുള്ള ഭാഗം. അത് നമുക്ക് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മുകളിൽ 2 സൈഡും ഫിക്സഡ് ആണ്. അടിയിലത്തെ ഭാഗം മാത്രം നമുക്ക് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിയർ വ്യൂ മിററിൻ്റെ ആ വിഡ്ത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് മൊബൈൽ ഹോൾഡറിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ഈ ബോട്ടം പോർഷനാണ് വലിക്കാൻ പറ്റുക. നോർമൽ മൊബൈൽ ഹോൾഡേഴ്സിലുള്ള പോലെ തന്നെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു മൊബൈൽ വെച്ച് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി A51 ആണ്. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. നമുക്കിത് ആദ്യം ടിൽറ്റ് ചെയ്യാം. ടിൽറ്റ് ചെയ്തിട്ട് ഹൊറിസോണ്ടലി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന പോലെ വെക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വലിച്ച് അലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം എപ്പോഴും അടിക്ക് വെക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിങ്ങനെ താന്ന് പോകുന്നുണ്ട്, ഫിക്സഡ് ആയിട്ട് നിൽക്കണില്ല. അത് ഫിക്സഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ ബാക്കിലത്തെ നോബ് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോബ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുക. നമുക്ക് ഏതാ പൊസിഷൻ വേണ്ടത് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അത് വേണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്താലും മതി. ഞാനിവിടെ ടൈറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കണത്. ഇനി നമ്മൾ ഇവിടെ ബാക്കിലത്തെ നോബ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിക്സഡായിട്ട് നിൽക്കുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇത് കണ്ടില്ലേ ഫിക്സഡായിട്ട് നിൽക്കുന്നത്. ഇതേപോലെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇനി അടുത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതായത് ഈ ഹാൻഡിൽസാണ്. ഇവിടെ ഹാൻഡിൽസിൽ നമുക്ക് ഈ റിയർ വ്യൂ മിററിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതേപോലെയും ചെയ്യാൻ പറ്റും. അതായത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഡ്ത്തിൽ ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് അടിയിലത്തെ പോർഷൻ മാത്രമല്ല, എല്ലാ പോർഷൻസും ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അടിയിൽ ലെഫ്റ്റ് സൈഡിൽ അടിയിൽ നോക്കി, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റെക്ടാങ്കുലർ ഷേപ്സ് കാണാം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ടോപ്പിലും റൈറ്റ് സൈഡ് ബോട്ടം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഒരു റിയർ വ്യൂ മിററിൽ നമുക്ക് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നുള്ളത് ഞാനിപ്പോൾ ലൈവായി കാണിച്ചു തരാം. നമ്മളിവിടെ ഈ റിയർ വ്യൂ മിറർ ഇവിടെ കാണാം. എനിക്ക് ഓൾറെഡി ഒരു ഡാഷ് ക്യാം ഉണ്ട്, അത് ഞാനിവിടെ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെക്കാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ഇവിടെ വെക്കണം. കുറച്ച് നല്ല ടൈറ്റ് ഉണ്ടാവും. ഞാനിവിടെ മാനുവലി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ അടിയിൽ ലെങ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മാക്സിമം ടൈറ്റിൽ വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അത് വെച്ചതിന് ശേഷം മാത്രം അടിയിലുള്ള ഈ മൊബൈൽ ഹോൾഡർ ഇതേപോലെ കറക്റ്റ് പൊസിഷനിൽ ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ മൊബൈൽ വെക്കുക. മൊബൈൽ വെച്ചിട്ട് വിഷ്വലിൽ നമുക്ക് വല്ല മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ലെഫ്റ്റോ റൈറ്റോ ടിൽറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മാക്സിമം നമ്മൾ ക്യാമറ ഓൺ ചെയ്യുക. ആദ്യം തന്നെ ക്യാമറ മൊഡ്യൂൾ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഈ ഹോൾഡർ പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് നിൽക്കണത്. നമ്മളത് ടിൽറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ വെക്കുക. ഇപ്പോഴത് വെക്കണ സമയത്ത് വീഡിയോ മോഡിൽ ഇട്ടിട്ട് വേണം വെക്കാൻ, എന്നാലും നമുക്ക് കറക്റ്റ് പൊസിഷൻ അറിയുള്ളൂ. വീഡിയോ മോഡിൽ ഇട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് വെക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടും ബാക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
സോ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടണ പോലെയാണ്. നമുക്കിപ്പോൾ പാസഞ്ചേഴ്സിന് എടുക്കണമെങ്കിൽ വല്ല ടൂറൊക്കെ പോകുകയാണെങ്കിൽ പാസഞ്ചേഴ്സിന് എടുക്കണമെങ്കിൽ ഇതേപോലെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ റെക്കോർഡ് ഓൺ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പോണ വഴികളൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്നതാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ഒരേ സമയത്ത് ഓൺ ചെയ്യാൻ പറ്റുന്ന മൊബൈൽസൊക്കെ ആണെങ്കിൽ അത് വ്ളോഗേഴ്സിന് നല്ല ഉപകാരപ്പെടും. ഈ ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടും ഒരേ സമയത്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വഴിയും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഒരേ സമയത്ത് ഫ്രണ്ട് ക്യാമറ ഓൺ ആയതുകൊണ്ട് നമുക്ക് വർത്താനം പറയുകയും ചെയ്യാം. സോ ഇനി ഞാൻ ഇവിടെ വണ്ടിയുടെ പുറത്തേക്ക് നടന്നുണ്ട്. സോ നിങ്ങൾക്ക് പുറത്തു നിന്ന് കാണാം ഇതെങ്ങനെയാണ് നിൽക്കണേന്ന്. കറക്റ്റ് സെൻറ്ററിൽ ഒരു ഡാഷ് ക്യാം നിൽക്കണ പോലെ തന്നെ നമുക്ക് ഇവിടെ ഫോണ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഡാഷ് ക്യാം ആണെങ്കിൽ മിററിൻ്റെ മേലെയാണല്ലോ വെക്കുക. ഇത് റിയർ വ്യൂ മിററിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ അധികം വൃത്തികേടൊന്നും തോന്നില്ല. ഞാൻ ഈ കാർ മൊബൈൽ ഹോൾഡർ ഉപയോഗിച്ചിട്ട് ഒരു റൈഡ് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് വീഡിയോയുടെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഇതുവരെ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക.